ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ടെങ്കിൽ ദാനിയേൽ സിംഹക്കുഴിയിൽ സമാധാനത്തോടെ ഉറങ്ങി എന്നാണ് പറയാൻ ഇടവന്നത്. സിംഹത്തിന്റെ വാ കൂട്ടുവാൻ ഇടവന്നു. ദാനിയേലിന്റെ വിശ്വാസം സിംഹങ്ങളുടെ വായ അടപ്പിച്ചു. പ്രിയമുള്ളവരെ, ദാനിയേൽ സിംഹങ്ങളുടെ കുഴിയിൽ നിന്ന് പുറത്തു വരുന്ന ശത്രുക്കൾ സിംഹക്കുഴിയിലേക്ക് തള്ളപ്പെടാൻ ഇടവന്നു. ദാനിയേലിന്റെ ദൈവം യഥാർത്ഥ ദൈവമാണെന്ന് ദാനിയേലിന് തെളിയിക്കുവാൻ ഇടവന്നു. മേദ്യ രാജാവായ ദാരിയസ് സർവഭൂമിയിലുള്ള സകല വംശങ്ങൾക്കും സർവ ഭാഷക്കാർക്കും എഴുതിയ ഒരു രാജകീയ വിളംബരമായിരുന്നു ദാനിയേലിന്റെ ദൈവത്തെക്കുറിച്ച്. ദാനിയേലിന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം. ഞാൻ തീർപ്പ് കൽപ്പിക്കുന്നു, ആ ദൈവത്തെ നിങ്ങൾ ആരാധിക്കണമെന്ന്. അവൻ എന്നേക്കും നിലനിൽക്കുന്ന ദൈവമാണെന്ന പറയാനിടവന്നത്. ഒരു വിഗ്രഹങ്ങളിലോ ബിംബങ്ങളിലോ പദാർത്ഥങ്ങളിലോ രൂപങ്ങളിലോ ഒന്നും അല്ല നമ്മുടെ ദൈവം വസിക്കുന്നത്. ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവത്തെ നമ്മുടെ അകത്ത് ആത്മാവായി വസിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ ഒരു മന്ദിരമാക്കി ദൈവം മാറ്റിയിരിക്കുക. നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾക്കുള്ളവരല്ല, നിങ്ങൾ ദൈവത്തിനുള്ളവരാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇങ്ങനെ തിരിച്ചറിയുന്ന ഒരു ദാനിയേല്, ഇങ്ങനെ തിരിച്ചറിഞ്ഞ ഒരു ജീവിതം കർത്താവിൽ അനുഭവിക്കുവാൻ ഇടവന്നെങ്കിൽ അവൻ ജീവനുള്ള ദൈവത്തിന്റെ മഹത്വത്തെ കണ്ടു. ജീവനുള്ള ദൈവം അവനിൽ പ്രവർത്തിക്കുന്നത് അവൻ കണ്ടു. സിംഹത്തിന്റെ വായടപ്പിക്കാനും തീയുടെ ഗന്ധം ശരീരത്തിൽ ഏൽപ്പിക്കാത്തവനും ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവൻ നശിച്ചു പോകാത്ത രാജ്യത്വമുള്ള ദൈവമാണ്. അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. അവൻ ആകാശവും ഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവൻ ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് രക്ഷിച്ച ദൈവമാണ്. അവൻ രാജാതി രാജാവാണ്. ഈ അഖിലാണ്ടം ഒരു വാക്കാൽ ഉരുവാക്കിയവനാണ്. ഈ അണ്ടകടാകം മുഴുവനും സൃഷ്ടിച്ച ദൈവമാണ്. നമ്മുടെ ദൈവം വേറെ എവിടെയും അന്വേഷിക്കേണ്ട. ഒരിക്കൽ ശമരിയക്കാരി സ്ത്രീയോട് യേശു കർത്താവ് പറഞ്ഞു, ഈ മലയിലോ യെരൂശലേമിലോ അല്ല നീ എന്നെ ആരാധിക്കേണ്ടത്. നീ എന്നെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ട സമയം വന്നു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ദാനിയേൽ ദൈവത്തെ ആത്മാവിൽ ആരാധിച്ചു. ആദിമസഭ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നത് കാണാൻ കഴിഞ്ഞു. ഇന്ന് ഈ വചനം കേൾക്കുന്ന നിന്നോട് കർത്താവ് പറയുകയാണ്, നീ എവിടെയെങ്കിലും നോക്കിയല്ല ആരാധിക്കേണ്ടത്. നീ ആത്മാവിലും സത്യത്തിലും വിശ്വാസത്തിന്റെ നാഥനും പൂർത്തിവരുത്തിയവനുമായ യേശുവിനെ നോക്കണം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഇതുപോലെ സിംഹക്കുഴിയുടെ അനുഭവം വന്നാലും തീച്ചൂളയുടെ അനുഭവം വന്നാലും പ്രതികൂല പ്രശ്നങ്ങൾ കടന്നു വന്നാലും എന്നെ വിടുവിക്കാൻ കഴിയുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നേ നമ്മൾ ആവർത്തിച്ച് പറയണം. നമ്മുടെ ജീവിതത്തിൽ ചില തടസ്സങ്ങളില്ലേ, ചില പ്രതിസന്ധികളില്ലേ, ചില വിഷമതകളില്ലേ, ചില വേദനകളില്ലേ, ചില രോഗബന്ധനങ്ങളില്ലേ, മാറാത്ത ചില കെട്ടുകളില്ലേ? ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ? മുട്ടിന്മേൽ വീണോ? പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ.
പ്രാർത്ഥിക്കുന്നവന്റെ അടുക്കൽ ചെല്ലണം. അവരോട് കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. നിങ്ങൾ അവരോട് കൂടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം അവരുടെ വിശ്വാസത്തോടൊപ്പം വർദ്ധിക്കാൻ തുടങ്ങും. നമ്മൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ മഹത്വം നമ്മൾ കാണാതെ ചിലപ്പം പോകും. ഒറ്റയ്ക്ക് നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കണം. കൂട്ടായ്മയിലൂടെ നമുക്ക് വലിയ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നതോടുകൂടെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിന്റെ നടുവിൽ പോയി നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം പ്രവർത്തിക്കും നിങ്ങളുടെ കൂടെ. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. യേശു മഹത്വമെടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.